നമ്മുടെ എക്കോ സിനിമ കണ്ടിട്ട് ക്ലൈമാക്സ് മനസ്സിലാകാത്ത ആളുകൾ ഇനിയും കുറച്ചൊക്കെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ മെയിനായിട്ട് പറയുന്നത് സംരക്ഷണവും നിയന്ത്രണവും. ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല, എന്നാൽ ഒന്നാണ് എന്നും പറയാം. കാരണം ചില ഭാര്യമാർ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ സംരക്ഷിക്കുകയാണ് എന്ന്. എന്നാൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇത് സംരക്ഷണമല്ല, നിയന്ത്രണം മാത്രമാണ് എന്ന്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല. അപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രണവും കൂടിയാണ്, പൊസസീവ്നെസ്സും എല്ലാം കൂടി ചേർന്നിട്ട് നിയന്ത്രണം. അങ്ങനെ പെൺകുട്ടികൾക്ക് ചില സംഭവങ്ങൾ മനസ്സിലാവുന്നത് ഈ സിനിമയിൽ പറയുന്നതും അതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ നടക്കുന്നത് 80-90 കാലഘട്ടമാണ്. 6 വർഷം ആയി കുര്യച്ചൻ എന്ന ആളെ കാണാതായിട്ട്. മോഹൻ പോത്തന്റെ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. 6 വർഷം മുൻപ് തന്നെ ചതിച്ച് ജയിലിലാക്കിയ കുര്യച്ചനെ തേടിക്കൊണ്ടാണ് വിനീതിന്റെ കഥാപാത്രം, അതായത് മോഹൻ പോത്തൻ കഥാപാത്രം വരുന്നത്. എന്നാൽ തന്റെ യജമാനെ തേടിയാണ് സന്ദീപിന്റെ കഥാപാത്രം വരുന്നത്, പീയൂഷ് എന്ന സന്ദീപിന്റെ കഥാപാത്രം വരുന്നത്. അതൊരു യജമാൻ മാത്രമല്ല സന്ദീപിന്, അവനെ വളർത്തി വലുതാക്കിയ ആളാണ്, എല്ലാമാണ്. പിന്നെ യജമാൻ എന്ന് പറയാൻ പറ്റില്ല. 6 വർഷം മുമ്പ് ഒളിവിൽ പോയി ഇതാണ് കുര്യച്ചൻ. അപ്പോൾ ഒരു കുത്തുകേസിലാണ് പോയത്. കുര്യച്ചൻ ഇടയ്ക്കിടയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കുത്തുകേസിൽ ഒരു തർക്കങ്ങളുണ്ടായി. അപ്പോൾ കുത്തിയത് ഈ മണികണ്ഠൻ എന്ന ആളാണ് പീയൂഷ്, അതാണ് സന്ദീപിന്റെ കഥാപാത്രം. അപ്പൊ അയാൾ കൂടി വേണ്ടിയിട്ടാണ് ആൾ ഒളിവിലും കൂടി പോയത്. അതും ഈ സന്ദീപാണ് കുത്തിയത്. അപ്പോൾ അതിന്റെ നന്ദിയും സന്ദീപിന്റെ കഥാപാത്രത്തിന് കുര്യച്ചനോടുണ്ട്. അപ്പോൾ സന്ദീപിന് കുര്യച്ചൻ രക്ഷിതാവും മാസ്റ്ററും എല്ലാം ആണ്. അതുകൊണ്ടാണ് പീയൂഷും കുര്യച്ചനെ തേടി എത്തിയത്. സന്ദീപിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് പീയൂഷ്. ശരിക്കും പീയൂഷ് എന്നല്ല, മണികണ്ഠൻ എന്നാണ് സന്ദീപിന്റെ കഥാപാത്രത്തിന്റെ ശരിക്കും പേര്, മണികണ്ഠൻ എന്നാണ്. അപ്പോൾ പീയൂഷ് ആരാണ്? പീയൂഷ് എവിടെ? യഥാർത്ഥ പീയൂഷ് എന്ന് പറയുന്നത് സത്യത്തിൽ ആരാണെന്ന് വെച്ചാൽ അമ്മച്ചിയെ നോക്കാൻ അവരുടെ മക്കള് ഒരു ഏജന്റിനെ ഏൽപ്പിച്ചു. ആ ഏജന്റ് ഏർപ്പാടാക്കിയ ആളാണ് പീയൂഷ് എന്ന് പറയുന്നത്. ആളുടെ പേരിലാണ് ഈ മണികണ്ഠൻ വരുന്നത്, അതായത് സന്ദീപിന്റെ കഥാപാത്രം വരുന്നത്. കുര്യച്ചൻ ഈ ഏജന്റിനെയോ അല്ലാതെ ഈ പീയൂഷിനെ ഒന്നും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിലും കണ്ടിട്ടില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫോട്ടോയോ ഒന്നും ഉണ്ടാവില്ലല്ലോ, അന്നത്തെ കാലഘട്ടമല്ലേ. അങ്ങനെ കുര്യച്ചനെ കാണാതായിട്ട് ഈ സന്ദീപിന്റെ കഥാപാത്രം പിന്നെ മണികണ്ഠൻ വിശ്വസ്തനാണല്ലോ. അങ്ങനെ മണികണ്ഠൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് ഈ അമ്മച്ചിയെ നോക്കാൻ ഇങ്ങനെ മക്കള് തെരയുന്നുണ്ട്, ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതും ആ ഏജന്റിനോട് സംസാരിച്ചിട്ട് ആ ഏജന്റിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് മണികണ്ഠൻ എന്ന പേരിൽ പീയൂഷ് വരുന്നത്. അതാണ് പീയൂഷ് മണികണ്ഠൻ പീയൂഷിന്റെ പേരിൽ വരുന്നത്. അങ്ങനെയാണ് സംഭവം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ സന്ദീപ് പോയിട്ട് മണിയോട് അയക്കുന്നുണ്ട്. ഏതെങ്കിലും മലയിടുക്കില് കുര്യച്ചൻ മലയിടുക്കിൽ ഒളിച്ച് താമസിക്കുന്നുണ്ടോ എന്ന് അറിയണം, അതാണ് ലക്ഷ്യം. തനിച്ചു പോയാൽ പട്ടികളൊന്നും വെറുതെ വിടില്ലല്ലോ, അതുകൊണ്ട് അമ്മച്ചിയെ കൂട്ടുപിടിച്ചാൽ പട്ടികളൊന്നും ചെയ്യില്ലല്ലോ, അതുകൊണ്ടാണ് അമ്മച്ചിയെ നോക്കാൻ ഇതിന് വന്നത്. പിന്നെ നരേന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ കുര്യച്ചൻ ഒരുപാട് ആളുകളെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നടന്നവനാണല്ലോ. അത്രയും പരനാറിയാണ് അയാൾ. അങ്ങനത്തെ കഥാപാത്രമാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അത്രയും മോശപ്പെട്ട ആളാണ്. അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് നരേന്റെ കഥാപാത്രത്തെയും ചതിച്ച് ജോലി പോകുന്ന സ്ഥിതിയിൽ ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് നരേന്റെ ആവശ്യവും എത്രയും പെട്ടെന്ന് കുര്യച്ചനെ കൊല്ലുക എന്ന ലക്ഷ്യമാണ്. ഈ കുര്യച്ചനെ എതിർക്കുന്നവരെല്ലാം കൊല്ലുന്നത് വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചും കൊക്കയിൽ വീഴ്ത്തിയെല്ലാം. അതെല്ലാം അയാൾക്ക് വേണ്ടി ചെയ്തത് മണികണ്ഠൻ എന്ന മണികണ്ഠനുമാണ്. പീയൂഷ് എന്ന് പറയാം ഇനി മുതൽ പീയൂഷാണ്. ഒരിക്കൽ നരേൻ ഇങ്ങനെ കൊല്ലാനും പീയൂഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നരേനെ പോകുമ്പോൾ കാറിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട് നരേനും വേറെ പഴയ സർവീസിലിരിക്കുന്ന റിട്ടയർഡായ ഡ്രൈവറും കൂടി പോകുന്ന സമയത്ത് അങ്ങനെ ബ്രേക്ക് പൊട്ടിച്ചിട്ട് മരത്തിലിടിച്ചിട്ടാണ് നിർത്തുന്നത്. അപ്പോഴാണ് നരേൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ കുര്യച്ചൻ ഇവിടെ തന്നെ ഉണ്ട്. തന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ പേടിയല്ല ആ ഇടിച്ച് രക്ഷപ്പെട്ടപ്പോൾ നരേന്റെ മുഖത്തുണ്ടായിരുന്നു. കാരണം ഇവിടെ തേടി വന്ന ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നായിരുന്നു നരേന് കൂടുതൽ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ വിനീതിന്റെ കഥാപാത്രത്തിനെയും വിനീതിന്റെ കഥാപാത്രത്തിന്റെ പേര് പോത്തനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പീയൂഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അത് പോത്തന് മനസ്സിലായപ്പോൾ നമുക്ക് അതായത് പോത്തനാണല്ലോ ഫസ്റ്റ് തേടി വരുന്നത്. അങ്ങനെ പോത്തനെ ഈ മണികണ്ഠൻ പോത്തനെ കൊല്ലാൻ വേണ്ടി വരുവാണെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായപ്പോൾ നമ്മൾ രണ്ടുപേർക്കും കൂടി കുര്യച്ചനെ തേടി പോവാം, എന്നിട്ട് കൊല്ലണോ ചെയ്യണം നമുക്ക് അപ്പോൾ തീരുമാനിക്കും. ഇപ്പൊ രണ്ടുപേർക്കും തേടി പോകുന്ന ഒരു ധാരണയിലെത്തി. ആ ധാരണയിലെത്തിയ സമയത്ത് തന്നെ പട്ടികൾ പോത്തനെ കൊല്ലുകയാണ് ചെയ്തത്. പട്ടികൾ അപ്പൊ തന്നെ പോത്തനെ കൊന്നു. എന്നാൽ ആ സമയത്ത് നമ്മുടെ മണികണ്ഠൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പീയൂഷ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പീയൂഷിന് പട്ടി ഒന്നും ചെയ്തില്ല. കാരണം പട്ടിക്ക് നിർദ്ദേശം കിട്ടിയത് പോത്തനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. ഇനി കഥയുടെ അവസാന ഭാഗത്തേക്ക് വന്നാൽ അതാണുള്ള ക്ലൈമാക്സ് ആണല്ലോ മെയിനായിട്ട്. കുര്യച്ചനെയും തന്നെയും പിടിക്കാൻ വന്ന വിനു പപ്പുവും കൂടെയുള്ള ഒരു പോലീസുകാരുണ്ടല്ലോ, പോലീസുകാരനെയും കൊന്നിട്ട് പീയൂഷ് അമ്മച്ചിയുടെ അടുക്കിലേക്ക് വരുന്നു. പുറകുവശത്തേക്ക് പോകുമ്പോൾ അവിടെ മൂളയിൽ കുറച്ച് ചോറ് പറ്റിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അതെടുത്ത് മണത്ത് നോക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് പുറകുവശത്ത് മലയുടെ മുകളിൽ അമ്മച്ചി ബൈനോക്കുലർ വെച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ നാത്തിച്ചെടുത്തിയാണല്ലോ നാത്തിച്ചെടുത്തി അടുക്കിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. പീയൂഷ് കുര്യച്ചന്റെ വിശ്വസ്ത ശിഷ്യനാണ് എന്ന് മാത്തിച്ചേടത്തി മനസ്സിലാക്കി. അമ്മച്ചി എന്ത് സംഭവം ചോദിച്ചാൽ മാത്തിച്ചേടത്തി മനസ്സിലാക്കി പീയൂഷ് കുര്യച്ചന്റെ ശിഷ്യനാണെന്ന് മനസ്സിലാക്കി. സ്വന്തം മക്കൾക്ക് പോലും കുര്യച്ചനോട് ഇത്രയും സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി പറയുന്ന സമയത്ത് പീയൂഷ് പറയുന്നുണ്ട്,
ഇനി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വന്തം മക്കളെ പോലും ഇത്ര ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ, ഇത്രയും സ്നേഹമില്ല എന്ന് പറയുന്ന സമയത്ത് കൂറുള്ള പട്ടികളും ഉണ്ട് ചേട്ടത്തി എന്ന് പറയുന്നുണ്ട്. ഇനി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണം വന്നാൽ ചെയ്യും എന്ന് പറയുന്നു. കാരണം അവന്റെ മാസ്റ്റർ കുര്യച്ചനാണ്, എല്ലാവർക്കും ഒരാളെ ഉള്ളൂ മാസ്റ്ററായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മാർട്ടിച്ചേട്ടത്തിയുടെ ഒരു ചിരിയുണ്ട് മോനെ, ബൈനർ സോൾഡർ എടുത്ത് ദൂരേക്ക് നോക്കിയിട്ടൊരു ചിരിയുണ്ട്. അപ്പോൾ പീയൂഷിന് കാര്യം ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ആരെയാണ് ലോക്കാക്കിയിരിക്കുന്നതെന്ന് ഏകദേശമൊക്കെ മനസ്സിലായിട്ട്. എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുൻപ് നരൻ പറയുന്നുണ്ട് 20 വർഷം മുൻപ് ഇതേപോലെ കേസിൽ പെട്ടിട്ട് ഈ കുര്യച്ചൻ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒളിവിൽ പോയ സമയത്ത് ഇതുപോലെ ഒരു ഗുഹയിലാണ് പോയിരുന്നത്. അവിടെ നീരുറവയുണ്ട്, പിന്നെ പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ പട്ടികൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോവാൻ വേണ്ടിയിട്ട് കുര്യച്ചൻ 6 വർഷം മുൻപ് പോയി, കുത്തുകേസിൽ ആയിട്ട് അതിനകത്തോട്ട് പോയതാണ്. അപ്പൊ ഈ പ്രശ്നം നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് പിന്നെ അപ്പോൾ അങ്ങനെ അകത്തേക്ക് പോയി ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഈ കുര്യച്ചൻ പോകുന്നതിന്റെ തൊട്ട് മുൻപ് നമ്മുടെ പോത്തന്റെ കഥാപാത്രം, വിനീതിന്റെ കഥാപാത്രം പോത്തൻ ഈ കുര്യച്ചനെ തേടിയിട്ട് ഈ മാത്തിച്ചേട്ടത്തിയുടെ അടുക്കളേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാത്തിച്ചേട്ടത്തിയോട് ചോദിച്ചു, എവിടെ ചോദിക്കുമ്പോൾ മാത്തിച്ചേട്ടത്തി പറയും ഇല്ല പറയും. അപ്പോൾ മറ്റുള്ള ഭാര്യമാർക്കെല്ലാം കൂറുള്ള ആളാണ് താനെന്ന് നിനക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടന്ന് എന്നോട് വീണ്ടും കുര്യച്ചൻ എവിടെ എന്ന് അന്വേഷിക്കുന്നത്, നിനക്ക് പൊക്കൂടെ എന്ന് നമ്മുടെ മാത്തിച്ചേട്ടത്തി വിനീതിനോട് പറയും. അപ്പൊ വിനീതിന് ആ ദേഷ്യവും എല്ലാം കൂടി ഇവനെ ചതിച്ചതാണല്ലോ, അതായത് കൂട്ടുകാരനായിട്ട് നടന്നാണല്ലോ, ഭയങ്കര എല്ലാ തെണ്ടിത്തരത്തിനും കൂടെ നിന്ന കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനും കൂടി ചതിച്ചപ്പോൾ ആ ചതിച്ച ദേഷ്യവും ഈ മാത്തിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യം എല്ലാം കൂടി ചേർത്തിട്ട് പറയും, ഈ പണ്ട് മലേഷ്യയിൽ വെച്ചിട്ട് കൂടെ നിന്ന് ചതിച്ചിട്ട് മുൻ ഭർത്താവിനെ ചതിച്ച് ജയിലിലാക്കിയതാണ്, അല്ലാതെ മുൻ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല. അത് നിന്നെ സ്വന്തമാക്കാനും ഈ പട്ടികളുടെ എല്ലാം കാര്യങ്ങളും ആ പട്ടികളെ നിങ്ങളെ അതിനകത്ത് വെച്ച് ഇയാളെ പൂട്ടിയിട്ട് പട്ടികളെ കൊണ്ട് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെയുള്ള പിന്നെ ആളാവുന്ന ഒരു സ്വഭാവം മാത്തിച്ചേട്ടത്തി ആദ്യ ഭർത്താവിനുണ്ടായിരുന്നു. ആ രീതി കണ്ടപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ എങ്ങനെയെങ്കിലും ഇവനെ ലോക്കാക്കണം, എന്നിട്ട് പട്ടികളെ സ്വന്തമാക്കണം, അവന്റെ പെണ്ണിനെയും സ്വന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഐഡിയ പറഞ്ഞു കൊടുത്തത് പോലും ഞാനാണ്. കിട്ടിയാൽ 2 പേരും പങ്കിട്ടെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ കിട്ടിയപ്പോൾ ആൾ ഒറ്റയ്ക്കെടുത്തു, അത് പോട്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം, അല്ലാതെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അവിടെ കിടന്നിട്ട് ഒന്നില്ലെങ്കിൽ ജയിലിൽ നിന്ന് വന്ന് തെരഞ്ഞു നടക്കണ്ടാവും, അല്ലെങ്കിൽ ചത്തു പോയിട്ടുണ്ടാവും എന്നൊക്കെ ആയിട്ട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ മാത്തിച്ചേട്ടത്തി ആകെ വിഷമത്തിലായി, ഭയങ്കരമായിട്ട് സങ്കടത്തിലായി. അങ്ങനെ അത് സത്യമാണോന്ന് അറിയാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം അന്ന് മലേഷ്യയിൽ ഇവർ പറഞ്ഞത് അങ്ങനെയായിരുന്നു, ഇങ്ങനെ അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ആൾ പോയി പെട്ടു, അങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അകത്ത് പെടുത്തിയതാണ് അവരെ, അത് കള്ളക്കേസിലാക്കിയിട്ട് അകത്താക്കുകയാണ് ചെയ്തത്. അപ്പൊ അകത്താക്കിയിട്ട് ഇവിടെ വന്ന് ഇവരെ വിളിക്കാൻ, പിന്നെ ഈ മാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ തന്നെ അപ്പൊ സോയി എന്താ പേര്, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ പറയാൻ വേണ്ടി വന്ന് പട്ടി അകത്തേക്ക് വിടുന്നില്ല. അവസാനം പോത്തൻ അവിടെ നിന്ന് പോയി, അവസാനം കുര്യച്ചൻ അവിടെ തന്നെ നിന്ന്, അവിടെ നിന്ന് പട്ടി 3-4 ദിവസം നിന്നിട്ടും പോവാതായപ്പോൾ പട്ടിയെ വെടിവെച്ച് കൊന്നിട്ട് അകത്തോട്ട് കയറിയതാണ്. അതിനു മുൻപ് ആ സമയത്ത് ഇവർ പുറത്തിറങ്ങാൻ നിന്നപ്പോൾ അവരെയും പട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, അന്ന് നിങ്ങളൊരു വീട്ടു തടങ്കലിലാണ്, നിങ്ങളുടെ ആദ്യ ഭർത്താവ് നിങ്ങളെ തടങ്കലിൽ വെച്ച് സംരക്ഷണം എന്ന് പറഞ്ഞ രീതിയിൽ നിയന്ത്രിച്ച് തടങ്കലിൽ വെച്ചു. ഇപ്പോൾ അതിനുശേഷം കുര്യച്ചന്റെ കയ്യിൽ കിട്ടി, ജീവപര്യന്തം ഇത്രയും 30 വർഷം വീണ്ടും നിങ്ങൾ വീട്ടിൽ തങ്ങളെ നിങ്ങളുടെയൊക്കെ ഒരു ജന്മം എന്ത് ജന്മമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോത്തൻ പോകും. അപ്പോൾ അങ്ങനെ മലേഷ്യ വെച്ച് അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മാത്തിച്ചേട്ടത്തിക്ക് ആകെ വിഷമമായി. അന്ന് വൈകുന്നേരത്ത് അടുത്ത ദിവസവും മറ്റേ കുര്യച്ചൻ വന്നപ്പോൾ കുര്യച്ചനോട് ചോദിക്കും സത്യമാണോ എന്നറിയാം. അപ്പോൾ കുര്യച്ചൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ കുര്യച്ചൻ സമ്മതിച്ചു. അപ്പോൾ കുര്യച്ചൻ പറഞ്ഞു എനിക്ക് സ്നേഹം കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ സ്നേഹമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവർക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ ഇവർക്ക് കുര്യച്ചന് പണി കൊടുക്കണം എന്ന് വിചാരിച്ച് കുര്യച്ചൻ അന്ന് തന്നെ ഞാൻ ഈ കേസൊക്കെ തീരട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗുഹയ്ക്കകത്ത് പോയി. പക്ഷെ പോകുന്നത് വരെ കുര്യച്ചന്റെ കൺട്രോളിലാണെങ്കിൽ പോയതിനു ശേഷം ആ പട്ടികൾ മാത്തിച്ചേട്ടത്തിയുടെ കൺട്രോളിലുള്ള പട്ടികളാണ് കുര്യച്ചനെ ലോക്കാക്കിയതും കറക്റ്റ് സമയത്തുള്ള ഭക്ഷണം എത്തിക്കുക, അതുപോലെ വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട്, പിന്നെ ഫുൾ കൺട്രോളിൽ. അങ്ങനെയാണ് ഇതിന്റെ ക്ലൈമാക്സ്. അതാണ് ക്ലൈമാക്സ്. അതേ കുറച്ച് പേര് വിചാരിക്കുന്നു കുര്യച്ചനെ കൊന്നിട്ടില്ല. ആ കാരണം ഈ ഒരു മുളയിൽ ചോറ് കൊടുക്കുന്നുണ്ട്. മുളയിൽ നമ്മുടെ സന്ദീപിന്റെ കഥാപാത്രം വരുന്ന സമയത്ത് മുളയിൽ ചോറ് മണത്ത് നോക്കുന്നുണ്ട്, വിഷമാണോ നോക്കുന്നുണ്ട്. വിഷമല്ല എന്തായാലും. കാരണം ഇതേപോലത്തെ മുളയിൽ തന്നെയാണ് മലേഷ്യയിൽ വെച്ചിട്ടും ഫുഡ് പട്ടികൾക്ക് കൊടുക്കുന്നത് കാണുന്നത്. അപ്പൊ മുതലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവർക്കും അറിയാമായിരുന്നു, മാത്തിച്ചേട്ടത്തിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ട്രെയിനിങ് നടത്തിയിട്ടാണ് ആ പട്ടികളെ ഫുൾ കൺട്രോളിൽ വെച്ച് ഇപ്പോൾ ഈ മാത്തിച്ചേട്ടത്തിയുടെ കൺട്രോളിലാണ് ഇപ്പോൾ കുര്യച്ചൻ ഇരിക്കുന്നത്. കാരണം ഇത്രയും അവർക്ക് അവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഇത് ഫുള്ളും ജയിൽവാസം പോലെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആദ്യ ഭർത്താവ് സ്നേഹമുണ്ടെങ്കിലും സ്നേഹം എന്ന പേരിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലെ ആദ്യ ഭർത്താവ് ഇവരോട് പറയുന്നുണ്ട് ചൂടുള്ള നായ്ക്കളെയും പെണ്ണിനെയും കൂട്ടിലിട്ട് വളർത്തണമെന്ന് പറയുന്നത് പോലുമുണ്ട്. അപ്പൊ അയാളും അങ്ങനെ തന്നെ ആയിരുന്നു. അയാൾ പൂർണ്ണമായിട്ട് നല്ലവനാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ
അയാളെയും ചതിച്ചിട്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവരെയും നല്ല രീതിക്കല്ല ജീവിച്ച് ഇവരെയും ഇതുപോലെ വീട്ടു തടങ്കലിൽ തന്നെ വെച്ച് വളർത്തി. അപ്പോൾ അതിന്റെ എല്ലാം ഫ്രസ്ട്രേഷനും ദേഷ്യം എല്ലാം ഉണ്ടാവുമല്ലോ. മാത്തിച്ചേട്ടത്തി ഇതെങ്കിലും ചെയ്യണ്ടേ? അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ കുര്യച്ചൻ മരിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പം കുര്യച്ചൻ അപ്പോൾ ഈ ഡ്രൈവർ നരേന്റെ കൂടെയുള്ള പഴയ പോലീസുകാരൻ ഡ്രൈവർ പറയുന്നുണ്ട്, സാറിന് കുര്യച്ചനെ കുറിച്ച് അറിയാതെയാണ് കൂടുതൽ കാലം ഒന്നും ഒരവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല കുര്യച്ചനെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ് അയാൾക്ക് ശിക്ഷ. അങ്ങനെ കൂടുതൽ കാലം നിൽക്കാൻ പറ്റില്ല. ആ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ, അതായത് ഒരു മരിക്കുന്നത് വരെ ആ തടങ്കലിൽ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റാതെ അതിനകത്ത് തന്നെ ഇരിക്കുക. അതിലും കൂടുതൽ വലിയ ശിക്ഷ വേറെ എന്താ ഉള്ളത്? അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാത്തിച്ചേട്ടത്തിനെ ഇവർ തടങ്കലിൽ വെച്ച പോലെ തന്നെ ജീവിത അവസാനം വരെ, അയാളുടെ അവസാനം വരെ ഈ പട്ടികൾ, മാത്തിച്ചേട്ടത്തിന്റെ കൺട്രോളിലുള്ള പട്ടികൾ അയാളെ തടങ്കലിൽ വെക്കുന്നു. ഇനി ഇപ്പൊ പീയൂഷിന് ഒറ്റ വഴിയേ ഉള്ളൂ രക്ഷപ്പെടാൻ. ഒന്നില്ലെങ്കിൽ മാത്തിച്ചേട്ടത്തി കൂടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ഇനി മാത്തിച്ചേട്ടത്തി പറയണം എന്നെ ഇങ്ങനെ ചതിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് പീയൂഷിന് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പീയൂഷ് മാത്തിച്ചേട്ടത്തി കൂടെ നിൽക്കണം. അതേ ഒരു വഴിയുള്ളൂ. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഇതാണ് അതിന്റെ യഥാർത്ഥ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായത്.